ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അഥവാ ആദ്യമായി ഇന്ത്യയിൽ ഒരു പ്രൈവറ്റ് സ്റ്റേഷൻ നിലവിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. റെയിൽവേ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, രാജ്യത്തിൻ്റെ ജീവനാഡിയാണ്. ഏറ്റവും കൂടുതൽ യാത്രക്കാരെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ വേണ്ടി ഓരോ ദിവസവും പാഞ്ഞുകൊണ്ടിരിക്കുന്ന റെയിൽവേ സിസ്റ്റം നമുക്കറിയാവുന്നതാണ്. പക്ഷേ ആ ചരിത്രങ്ങളൊക്കെ മാറ്റിക്കുറിച്ചുകൊണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വന്നിരിക്കുന്നു. വിമാനത്താവളങ്ങൾക്ക് സമാനമായിട്ടുള്ള സൗകര്യങ്ങളും അവൈലബിൾ ആണെന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ട്രെയിനുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ജീവനാഡിയാണ്. 2024 ഇന്ത്യൻ റെയിൽവേ പ്രതിദിനം ശരാശരി 2 കോടിയോളം യാത്രക്കാരെയാണ് വഹിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പ്രതിദിന ശരാശരിയിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാമെങ്കിലും 2024 നവംബറിൽ ഒരു ഉത്സവകാലത്ത് ഒരു ദിവസം മാത്രം 3 കോടിയിലധികം യാത്രക്കാർ റെയിൽവേ ആശ്രയിച്ചിരുന്നു. അങ്ങനെയുള്ള ഇൻ്റർനാഷണൽ ലെവലിൽ അറിയപ്പെട്ട റെയിൽവേ ശൃംഖലകളിലെ ഇന്ത്യയിൽ ആദ്യമായി ഒരു റെയിൽവേ സ്റ്റേഷൻ ഒരു പ്രൈവറ്റ് വൽകൃതമായിട്ട് സ്വകാര്യമായിട്ട് വരുന്ന രൂപമാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ മഹത്വങ്ങളും അതേപോലെ തന്നെ അത് പ്രതിനിധാനം ചെയ്യുന്ന സൗകര്യങ്ങളൊക്കെ വളരെ വിപുലമാണെങ്കിലും പൊതു സ്വത്തായിട്ടുള്ള ഈ സംവിധാനത്തെ പ്രൈവറ്റ് വൽക്കരിക്കപ്പെടുമ്പോൾ നമ്മൾ ആശങ്കപ്പെടണോ അല്ല ആഘോഷിക്കപ്പെടണോ എന്നൊക്കെ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. ഇന്ത്യ റെയിൽവേയുടെ ഭൂരിഭാഗം പ്രവർത്തനങ്ങളും നടത്തുന്നത് സർക്കാരാണ്. അതുകൊണ്ട് തന്നെ റെയിൽവേ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് ഈ റെയിൽവേ സ്റ്റേഷനും എന്ന് പറയുന്നുണ്ട്. പക്ഷേ PPP എന്നാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനൊരു ഫോർമേഷൻ, ആ ഫ്രെയിമിൽ നിന്നാണ് ഇത് നടത്തുന്നത്. ഇന്ത്യയിലുടനീളം 67,956 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയാണ് ഇപ്പോൾ നിലവിലുള്ളത്. രാജ്യത്ത് ഏകദേശമായി നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ 7461 റെയിൽവേ സ്റ്റേഷനുകളാണ്. 2017 ഇന്ത്യക്ക് ആദ്യത്തെ സ്വകാര്യ റെയിൽവേ സ്റ്റേഷൻ ലഭിച്ചിരുന്നു. അഥവാ ആ രൂപത്തിൽ സർക്കാർ മുന്നോട്ട് പോയിരുന്നു. മധ്യപ്രദേശിലെ ഭോപ്പാലിലെ ഹബീബ്ഗഞ്ച് റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോൾ പ്രൈവറ്റ് വൽകൃതമായിട്ടുള്ളത്. 2017 ജൂണിലാണ് ഈ രീതിക്ക് അത് ഉദ്ഘാടനം ചെയ്തത്. പിന്നെ എന്തിനാണ് ഇപ്പോൾ ഒരു വലിയ വാർത്തയായിട്ട് വരുന്നത് എന്ന് ചോദിക്കുമ്പം അതിനുള്ള ഉത്തരമാണ്, ചരിത്രപ്രസിദ്ധമായ സ്റ്റേഷന് ആധുനികവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വലിയൊരു വാർത്തയും പ്രൈവറ്റ് വൽക്കരിക്കപ്പെട്ടു എന്നതിൻ്റെ കാര്യമൊക്കെ ജനങ്ങളിലേക്ക് ഇപ്പോൾ പുതുതായിട്ട് വരുന്നത്. ഈ സ്റ്റേഷനിലെ സ്വകാര്യവൽക്കരണത്തിലേക്ക് കടന്നത് 2017 ഗോണ്ട് രാജ്ഞിയായിട്ടുള്ള റാണി കമലാപതിയുടെ ബഹുമാന സൂചകയായിട്ടാണ് ഈ ഒരു സ്റ്റേഷൻ ആ പേര് നൽകിയിട്ടുള്ളത്. 2021 നവംബറിൽ ഈ സ്റ്റേഷൻ്റെ റാണി കമലാപതി റെയിൽവേ സ്റ്റേഷൻ എന്ന പുനർനാമകരണം ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടുകൂടി അത് വലിയ ബഹുമുഖ പദ്ധതിയുമായിട്ട് മുന്നോട്ട് വരികയും ഒരു വിമാനത്താവളത്തിൽ എന്തൊക്കെയാണോ സൗകര്യങ്ങൾ അതേ സൗകര്യങ്ങളൊക്കെ ഈ റെയിൽവേ സ്റ്റേഷനിൽ ലഭ്യമാവുകയും ചെയ്തെന്നാണ്. അഥവാ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി പ്രൈവറ്റ് പബ്ലിക് ബന്ധപ്പെട്ട രീതിക്കാണ് PPP മാതൃകയിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂഡൽഹി ചെന്നൈ പ്രധാന പാതയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഈ റെയിൽവേ സ്റ്റേഷൻ. ആ രീതിയിൽ ആ ഭാഗത്തൂടെ സഞ്ചരിക്കുന്ന ഏതൊരാൾക്കും ഇവിടെ കാണാനും കേൾക്കാനൊക്കെ കഴിയും. ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അഥവാ IRSDC കീഴിൽ ബൻസാൽ ഗ്രൂപ്പാണ് ഇതിനെ പുനർനവീകരിച്ചിരിക്കുന്നത്. ഭോപ്പാൽ റെയിൽവേ ഡിവിഷൻ്റെ ആസ്ഥാനമായും ഇതിപ്പോൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ആധുനികവൽക്കരിച്ച റാണി കമലാപതി റെയിൽവേ സ്റ്റേഷനിൽ വിശാലമായ വിശ്രമ കേന്ദ്രങ്ങൾ, അതുപോലെ ഫുഡ് കോർട്ടുകൾ, റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ എന്നിവയ്ക്ക് എല്ലാവിധ സൗകര്യങ്ങളും ആധുനിക ഒരു സമുച്ചയമായിട്ട് മാറിയിട്ടുണ്ട്. ഇത് നല്ലത് തന്നെയാണെന്ന് നമുക്കൊക്കെ അറിയാമെങ്കിലും ഇനി ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് അഹമ്മദാബാദ്, മുംബൈ, CST തുടങ്ങിയ മറ്റു ഭാഗങ്ങൾ, ന്യൂഡൽഹി ബന്ധപ്പെട്ട മേഖലകളിലേക്കും ഈ ഒരു വികസനം നടത്താനുള്ള ഒരു തത്രപ്പാടും കാണിക്കുന്നുണ്ട്. മൊത്തത്തിൽ പൊതുമേഖലാ സംരംഭങ്ങളൊക്കെ പ്രൈവറ്റ് വൽക്കരിക്കപ്പെടുന്നുണ്ടോ എന്ന ആശങ്ക ബാക്കി നിർത്തിക്കൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇത് നിങ്ങളുടെ അഭിപ്രായം പറയുക. ഏതിനു വേണ്ടിയിട്ടാണ്? പുരോഗതിക്ക് വേണ്ടിയിട്ടാണോ അതോ അധോഗതിക്ക് വേണ്ടിയിട്ടാണോ ഈ പ്രവർത്തനങ്ങൾ എന്നുള്ള പ്രേക്ഷകർ പറയുക.